ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? അപ്പോൾ ഇതാ രാവിലെ ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. എണീക്കുമ്പോഴത്തേക്ക് വേഗം തന്നെ മുറ്റത്തേക്ക് ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ആ രാവിലത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. നമ്മൾ 7 മണിക്കും 8 മണിക്കും ഒന്നും എണീറ്റ കിട്ടാത്ത ഒരു നല്ലൊരു പ്രഭാതം. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ആസ്വദിച്ചിട്ട് ഞാൻ 2 മിനിറ്റ് നമ്മളെ മുറ്റത്ത് നിന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രാവിലത്തെ ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ഒരു പവർ നമുക്ക് ആ ഡേ ഫുൾ കിട്ടും അല്ലേ. ആദ്യം തന്നെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ജനൽ അവിടെ തുറന്നിടും കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി പരിപാടികൾ നടത്തലില്ലേ. നമ്മൾ വീട്ടമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ള അടുക്കള നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാ അല്ലേ. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ തലേന്ന് രാത്രി തന്നെ ഞാൻ മീനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഇതാ ഒരു ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചിരകിയിട്ട് അതിൽ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടുണ്ടായിന്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടുക്കളയിലെ രാവിലത്തെ പണികളൊന്നും ഒഴിവായി കിട്ടും വേഗം തന്നെ. ആവോലിയും കോപ്പിയാണ് കേട്ടോ ഇന്ന് കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത്. ആവോലി പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കോപ്പ പിന്നെ നമ്മളെന്തെങ്കിലും പറയുക വേളൂരി അങ്ങനെയെല്ലാം പറയും കേട്ടോ. അപ്പോൾ അതെല്ലാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ ചമ്മന്തിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും എല്ലാം ആവശ്യത്തിന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും എല്ലാം ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെരക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പൊരിച്ച മീനിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് മീൻ പൊരിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ചായൻ്റെ വെള്ളമെല്ലാം തിളച്ച് അതിലേക്ക് പാലെല്ലാം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പാടെ തന്നെ ഇതാ വേഗം പാലിൻ്റെ കവർ അവിടെ കഴുകിയിട്ട് ചുമരിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ തരം പ്ലാസ്റ്റിക്കും ഇതേപോലെ ഒന്ന് കഴുകി ചുമരിന് ഒട്ടിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം ഒന്ന് ഊറി വരും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങി ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഇതാ വൈകുന്നേരം ഒന്ന് വീട്ടിലേക്ക് പോകണം, അതുകൊണ്ട് പതപ്പിച്ച് വറക്കുന്നതാണ്. എന്നിട്ട് ഏട്ടന് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ചോറ് വെറുതെ ആക്കിയിട്ട് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പതപ്പിക്കാനുണ്ടായിന്, അതൊന്ന് പതപ്പിച്ച് വറക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ മീൻ കറി വെക്കണം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് അതിലേക്ക് കുറച്ചൊരു എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതുക്കി വെച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതാ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വരണേ. അപ്പോൾ വാടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം അതൊന്ന് വാടി വരുന്നല്ലേ പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഉള്ളിയും തക്കാളിയിലൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇവിടെ. ഈ മുളക് പൊടിക്ക് കുറച്ച് എരിവ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ആക്കുന്നില്ലേ. പിന്നെ ഒരു ലേശം ഒരു 1/2 സ്പൂണ് നമ്മളെ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളം എല്ലാം ആവശ്യത്തിനാണ് കേട്ടോ. പുളി വേണ്ടുന്ന പോലെ ഒഴിച്ചാൽ മതി. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കറീൻ്റെ ഗ്രേവി നല്ലോണം തിളക്കുമ്പോൾ ആ സമയത്താണ് കേട്ടോ മീനിടുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മീനാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്. അപ്പോൾ മീനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ ഇട്ടിട്ട് വല്ലാണ്ട് ഇളക്കറ കേട്ടോ. അപ്പോൾ മീനെല്ലാം പൊടിഞ്ഞു പോവേ. അപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ മീൻ ഇതാ പൊരിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് വീട്ടിൽ പോകുന്നതുകൊണ്ട് എല്ലാ മീനൊന്നും പൊരിക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ പൊരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ലഞ്ചിൻ്റെ പരിപാടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ മുട്ട കുക്കറിൽ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ 2 വിസിലേ വേണ്ടൂ. അപ്പോൾ പെട്ടെന്ന് മുട്ട അങ്ങ് വെന്ത് കിട്ടുവേ. പിന്നെ ഇതാ നമ്മൾ നൂൽപുട്ടിൻ്റെ ഇത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. നൂൽപുട്ട് ഇടിയപ്പം എന്നെല്ലാം പറയും, നമ്മൾ ഇങ്ങോട്ട് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. രാവിലെ ചില സമയങ്ങളിലാണ് കേട്ടോ നൂൽപുട്ടാക്കലുള്ളൂ. കാരണം ഇതിങ്ങനെ നമ്മൾ തിരിക്കാനും ആക്കാനെല്ലാം കുറച്ച് പണിയാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ സമയത്തൊന്നും ആക്കലില്ല, എപ്പോഴെങ്കിലും വല്ലപ്പോഴും ആക്കും. പിന്നെ ഇതാ നമ്മളെ മുട്ടയെല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ അതിൻ്റെ തോടലൊന്ന് പൊളിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മളെ മുട്ടക്കറീൻ്റെ റെസിപ്പി നമ്മളെ ഷോർട്സിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. നല്ല എളുപ്പമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. കുക്കറിലാണ് ഉള്ളിയെല്ലാം വേവിച്ചിട്ട് വെക്കുന്നത്. നമ്മളെ തേജ് എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പിന്നെ ചമ്മന്തി പൊടിക്കണം. അതിൽ എക്സ്ട്രാ ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുളിയും ചെറിയ ഉള്ളിയും മാത്രമാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയിലുള്ള എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട്. ഫുഡ് ഐറ്റംസിലെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഏട്ടൻ്റെ കൊണ്ടുപോകേണ്ട ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദേവൂട്ടൻ എണീറ്റിട്ടുണ്ട്. ദേവൂട്ടൻ ഇതാ ബ്രഷെല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതാ ഏട്ടനും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം കാർ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളെ ചക്കി ഇതാ നോക്കി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും പോകുമ്പം ചക്കിക്ക് ഇത് പതിവാണേ.
പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതെൻ്റെ ദേവൂട്ടൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു തപസ്സിരിക്കും. ഒന്നെങ്കിൽ പുറത്ത് ഇങ്ങനെ കുറേ സമയം സ്റ്റെപ്പിൻ്റെ മേലെ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ മേലെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ തേജു പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേജുവിന് വേണ്ട വെള്ളവും സ്നാക്സും പ്ലേറ്റെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെല്ലാം സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പോൾ ഇതാ വലിയ ക്ലീനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഭക്ഷണ പരിപാടികൾ നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ട സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ പുറമേയിലെ ക്ലീനിങ് ആണ്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഫുഡ് ആക്കുന്നതിന് പാത്രം കഴുകി വെക്കലില്ല കേട്ടോ. ഞാൻ എല്ലാം ആയിക്കഴിഞ്ഞാലാണ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കലേ. അപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്ലീനിങ്ങിൻ്റെ എല്ലാം ഫൈനലായിട്ട് ഇതാ എല്ലാം അടിപൊളിയായിട്ട് ഫൈനൽ ലുക്കാണ് ഇത്. അടുക്കളേൻ്റെ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ അലക്കും കല്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പോകുന്നതിലിടയ്ക്ക് കുറച്ച് അലക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഞാൻ അലക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളയെല്ലാം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലോണം ബ്രഷ് ഇട്ട് ഉരച്ച് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയുള്ള സമയം നമ്മൾ മേലെയാണ് ആറിയിടുക, അല്ലാത്ത സമയം മുറ്റത്ത് തന്നെ ആറിയിടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു തിരക്കുകളും വിശേഷങ്ങളെല്ലാം കേട്ടോ ഈ വീഡിയോയിലുള്ളത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മളെല്ലാ ഫ്രണ്ട്സും ചങ്ങാതിമാരെല്ലാം നമ്മളെ വീഡിയോ കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.